സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലങ്ങളിലൊന്നായ ത്രികോണ മത്സരം നടക്കുന്ന തൃശ്ശൂരിലാണ് നമ്മളുള്ളത്. അവിടെ ഏറ്റവും കൂടുതൽ സാധ്യത BJP സാധ്യത കൽപ്പിക്കപ്പെടുന്ന പത്മജ വേണുഗോപാലാണ് നമുക്കൊപ്പം ചേരുന്നത്. എങ്ങനെയുണ്ട്? ഇനി 8 ദിവസം മാത്രമേ ഉള്ളൂ. അതെ, ഇല്ല എനിക്കതിന് വലിയ ഇതൊന്നും തോന്നിയിട്ടില്ല. കാരണം നമ്മൾ ചെല്ലുന്ന സ്ഥലത്തൊക്കെ വളരെ പോസിറ്റീവാണ്, പ്രത്യേകിച്ച് വനിതകൾ. ഞാൻ ഇങ്ങനൊരു അവരുടെ സപ്പോർട്ട് ഈ 2 പ്രാവശ്യം നിന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇപ്രാവശ്യം വനിതകളാണ് കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യണതും കെട്ടിപ്പിടിക്കുന്നതും. അപ്പം നമുക്ക് ആക്ച്വലി നമുക്കൊരു ആത്മവിശ്വാസം വരുമല്ലോ. പ്രചരണ ദിവസം കുറഞ്ഞു വരുമ്പോൾ ആത്മവിശ്വാസം കൂടിക്കൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും കുറഞ്ഞൊന്നൊരു പ്രശ്നമില്ല. അപ്പം എത്താൻ പറ്റുന്ന സ്ഥലത്തൊക്കെ ഞാൻ എത്തുന്നുണ്ട്. അപ്പം അതുകൊണ്ട് കുറച്ചും കൂടി സമയം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കും. പക്ഷെ ഇത് പെട്ടെന്നായിപ്പോയി. എന്നാലും എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. 4ാമത്തെ മത്സരമാണ് ഇത്തവണ സഭയിൽ ഉണ്ടാവും. അതല്ലേ നമ്മൾ അതിനല്ലേ ഇറങ്ങുന്നത് പറഞ്ഞ മാതിരി. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്രാവശ്യം ഇവിടുത്തെ ജനങ്ങൾ എന്നെ കൈവിടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ജയിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ പോലും 4 മത്സരങ്ങളുടെ അനുഭവം എന്ന് പറയുന്നത് വലിയ അനുഭവമാണല്ലോ. അപ്പോൾ ആ അനുഭവങ്ങളും ഇത്തവണത്തെ മത്സര രംഗത്തെ അനുഭവം തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് തോന്നുന്നത്? ഇവിടെ 2 പ്രാവശ്യം ഞാൻ 3 പ്രാവശ്യം മത്സരിച്ചപ്പോഴും ഇടതിന് ഏറ്റവും കൂടുതൽ ഉള്ള സമയമായിരുന്നു. അന്ന് പാർലമെന്റിൽ നിൽക്കുന്ന സമയത്ത് 20 സീറ്റിൽ 19ഉം LDF ജയിച്ചത്. ഒരു സീറ്റ് മാത്രമാണ് UDF, അത് E അഹമ്മദ് സാഹിബ്. അല്ലാണ്ട് വേറെ ആരും ജയിച്ചിട്ടില്ല. പിന്നെ 2 പ്രാവശ്യം നിന്നപ്പോഴും LDF തരംഗമായിരുന്നു. അപ്പോൾ അതാണ് എനിക്ക് ആ LDF തരംഗത്തിനിടയ്ക്കും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വെറും 940 വോട്ടിനാണ് തോറ്റത്. എനിക്കൊന്ന് കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വോട്ടിനെ ഞാനത് തോറ്റത് കോൺഗ്രസ്സിൽ. അപ്പോൾ ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. ഇപ്രാവശ്യം UDF തരംഗം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതത്ര മാത്രം ഇതാവുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം വരികയാണെങ്കിൽ ഒരു ഹങ് അസംബ്ലി മാതിരി വരണ്ടാവുള്ളൂ. ഇവിടെ എന്തൊക്കെ പറഞ്ഞാലും ജനങ്ങൾ ഭയങ്കര സപ്പോർട്ടുണ്ട്. അത് തന്നെയാണ് എൻ്റെ ആത്മവിശ്വാസം. 946 വോട്ടിന് കഴിഞ്ഞ തവണ പരാജയപ്പെട്ടു. അത് ചെറിയ കുറവാണ് എന്ന് പറയുമ്പോൾ അന്ന് കോൺഗ്രസിലായിരുന്നു. ഇപ്പോൾ അതല്ല സാഹചര്യം എന്നുണ്ടല്ലോ. അതെ, കോൺഗ്രസിൽ നിന്നിട്ടാണല്ലോ ഞാൻ അതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം 6000 വോട്ടിനൊക്കെ തോറ്റത്. കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ തന്നെ നിന്ന് 5 കൊല്ലം നിന്ന് പണിയെടുത്ത് എവിടെയൊക്കെ കുറവുകൾ എന്നൊക്കെ സ്വന്തം കൂട്ടുന്ന ചവിട്ട് കിട്ടിയതാണ് എനിക്ക്. സുരേഷ് ഗോപി ഒരു ഘടകമായിരുന്നു അക്കാര്യത്തിൽ. അപ്പോൾ ആ ഒരു ഇതുകൊണ്ടാണ് ഇത്രയും. അല്ലെങ്കിൽ സുരേഷ് ഗോപി വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ 5000 വോട്ടിന് ഞാൻ ഇവരെന്തൊക്കെ കാലുവാരിയാലും ഞാൻ ജയിച്ചേനെ. ആ സുരേഷ് ഗോപി ഇത്തവണ പത്മജയ്ക്ക് വേണ്ടി വോട്ട് പിടിക്കുകയാണ്. അതെ, അതാണ്. അത് നമ്മൾ പറഞ്ഞില്ലേ, രാഷ്ട്രീയത്തിൽ അങ്ങനെ നോക്കണ്ട. സുരേഷിനെ എനിക്ക് പണ്ടേ അറിയാം. എൻ്റെ ഒരു സ്വന്തം സഹോദരൻ്റെ മാതിരിയായിരുന്നു ആള്. അപ്പോൾ രാഷ്ട്രീയം മാത്രം എന്നിട്ടും കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം കുറേ മത്സരിക്കാണ്ടൊക്കെ നോക്കി, പക്ഷെ പറ്റിയില്ല. അപ്പോൾ ഇപ്രാവശ്യം അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് എൻ്റെ കൂടെ ഇറങ്ങുന്നത്. BJPയെ സംബന്ധിച്ച് എന്താണ് ഈ തൃശ്ശൂരിന് കൂടുതലായിട്ടുള്ളൊരു സാധ്യത പറയുന്നത്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞു. അന്ന് ഈ തൃശ്ശൂർ മണ്ഡലത്തിൽ ഉൾപ്പെടെ ഏതാണ്ട് 15000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി എത്തുന്ന സാഹചര്യമുണ്ട്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ചിത്രം മാറിയില്ലേ? അത് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു പാർട്ടിയിൽ. കാൻഡിഡേറ്റിനെ നിശ്ചയിച്ചാലും വളരെ വൈകിപ്പോയി. എന്നിട്ട് പിന്നെ കുറച്ച് നല്ല ആൾക്കാരെ മാറ്റി നിർത്തി. അങ്ങനെയൊക്കെ കുറേ പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അന്നത്. ആ ചിത്രമായിരിക്കില്ല MLA സീറ്റിൻ്റെ കാര്യത്തിൽ. ഈ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ FCRയുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാകുന്ന ആശങ്കകൾ BJPയെ ബാധിക്കുമോ? ബാധിക്കാൻ കാരണം അത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു സമുദായത്തിനെ മാത്രം ഇതല്ല. അത് ഹിന്ദു മതത്തിലും മുസ്ലിമുകളെയും എല്ലാവരും കള്ളത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ ബാധിക്കും. അല്ല, ശരിക്കും നേർവഴിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ അതൊരു പ്രശ്നമല്ല. ഇവരവരുടെ ഒരു ഇഷ്യൂ ആക്കി വെറുതെ പ്രശ്നം ഉണ്ടാക്കുക. ഇത് ചർച്ച പോലും ആയിട്ടില്ല. അപ്പോഴേക്കും ഇവരിങ്ങനെ പറയണത് ശരിയല്ല. ഇന്നിപ്പോൾ ചങ്ങനാശ്ശേരി ബിഷപ്പൊക്കെ ഭയങ്കര അനുകൂലമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ക്രൈസ്തവ സമൂഹം എങ്ങനെ ഒപ്പം നിന്നു എന്നത് നമ്മൾ കണ്ടതാണ്. അവിടെ സ്വർണ്ണ കിരീടം കൊടുത്ത് ഉള്ള എൻട്രി പോലും ആ രീതിയിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അവിടെയാണ് ക്രൈസ്തവ സമൂഹത്തിനിടയിൽ ഒരു ആശങ്ക ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത്. ഉണ്ടായിട്ടില്ല, വിവരമുള്ളവർക്കറിയാം. അതിൽ പഠിപ്പുള്ളവർക്ക് എന്താ സംഭവിച്ചത് നല്ലോണം അറിയാം. ഞാൻ പലരോടും സംസാരിച്ച ചെറിയൊരു വിഭാഗം മാത്രം ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കുക എന്നല്ലാണ്ട്, അതല്ലേ ഞാൻ പറഞ്ഞത്, ചങ്ങനാശ്ശേരി ബിഷപ്പിനെ പോലെ ഇത്രയും ഇതുള്ള ആളൊക്കെ അനുകൂലമായിട്ട് പറയണമെങ്കിൽ അദ്ദേഹത്തിന് നല്ല വിവരമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഒന്നും ഒരു വോട്ട് ചോർച്ച ഉണ്ടാവില്ല, ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്കും നല്ല ബന്ധങ്ങളുണ്ട് ക്രിസ്ത്യൻ സമുദായത്തിൽ. എൻ്റെ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നവരുടെ മക്കളും കൊച്ചുമക്കളുമാണ് ഇന്നത്തെ കാലത്ത്. അപ്പോൾ എല്ലാ വോട്ടും അങ്ങനെ ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞ് പോവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. വ്യക്തിബന്ധങ്ങളും ഉണ്ടല്ലോ അതിൽ.
പ്രധാനമന്ത്രി എത്തി. പ്രധാനമന്ത്രിയുടെ പ്രചരണ വാഹനത്തിൽ പത്മജ വേണുഗോപാൽ വോട്ട് അഭ്യർത്ഥിക്കുന്ന ദൃശ്യങ്ങളൊക്കെ വലുതായി നമ്മൾ കണ്ടു. അപ്പോൾ അത് നൽകിയൊരു ആത്മവിശ്വാസം എത്രയാണ്? വളരെയധികം. അതുമാത്രമല്ല, എൻ്റെ മനസ്സിലുണ്ടായിരുന്ന വലിയൊരു സങ്കടം കഴിഞ്ഞ 5 കൊല്ലം മുമ്പ് ഞാൻ അഭിമാനം എല്ലാം കൂടി എൻ്റെ മനസ്സിലൊറ്റ നിമിഷം കൊണ്ട് അപ്പോഴാണ് ഒരു ദൈവദൂതനെ പോലെ ഒരു നമ്മുടെ മനസ്സറിഞ്ഞിട്ട് മോദിജി ഇങ്ങോട്ട് വന്നത്. അതിന് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞില്ല, എനിക്കിപ്പോൾ ഒരു ദൈവത്തിനെ കാണുന്ന മാതിരിയാണ് മോദിജീനെ കാണുന്നത്. രാഹുൽ ഗാന്ധി വന്നിരുന്നുവല്ലോ, അതിന് തൊട്ടു പിന്നാലെ തന്നെ രാഹുൽ എത്തുന്നു, സജീവമായി തന്നെ ഉണ്ട്. രാഹുൽ പറഞ്ഞത് ഒരു വനിതാ മുഖ്യമന്ത്രി വേണം കേരളത്തിന്, അത് എൻ്റെ സ്വപ്നങ്ങളിലൊന്നാണ് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. അപ്പോൾ വനിതകളെ ഏറ്റവും കൂടുതൽ കാണുന്നത് കോൺഗ്രസ് ആണെന്ന് അവരിപ്പോഴും അവകാശപ്പെടുന്നുണ്ട്. കരുതുന്നത് സ്ത്രീകളെ കരുതുന്നതും സ്ത്രീകളെ ആ മുഖ്യമന്ത്രിയായി കാണണമെന്നും ഒക്കെ പറയുന്നത് രാഹുൽ ഗാന്ധിയാണ്. അത് ഇപ്പം ഇവിടെ തന്നെ കോൺഗ്രസ്സിൽ എത്ര പെണ്ണുങ്ങൾ മത്സരിക്കുന്നുണ്ട്? ഒരു സ്ത്രീ പോലും മത്സരിക്കുന്നില്ല. അദ്ദേഹത്തിന് എങ്ങനെയാണ് അത് പറയാൻ പറ്റുന്നത്? ഒരു 4-5 പെണ്ണുങ്ങളെ കൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനം പിടിക്കാൻ പറ്റുമോ? പിന്നെ ഇതൊക്കെ പറയാന്നല്ലാണ്ട് ഇതൊന്നും നടക്കില്ല. ഞാൻ ആ പ്രസ്ഥാനത്ത് നിന്ന് വന്ന ആളാണ്. ഞാൻ അന്ന് പറഞ്ഞിരുന്നു കോൺഗ്രസ്സിൽ സ്ത്രീകൾ നിറച്ച കുഴികളെന്ന്. അന്ന് ഞാൻ പറഞ്ഞു, അത് ഭയങ്കര വൈറലായി. പാർട്ടി എന്നോടൊന്നും ചോദിച്ചൊന്നുമില്ല, ചോദിച്ചാൽ നല്ല ഉത്തരം ഞാൻ പറഞ്ഞു കൊടുത്തേനെ. ആ രീതിയിലാണ് ഇപ്പോഴും പെണ്ണുങ്ങളോട്. പെണ്ണുങ്ങളെ അവർ ജയിക്കാൻ സമ്മതിക്കില്ല. സീറ്റ് കൊടുക്കും. ഇപ്പോൾ ലതിക സുഭാഷിന് സീറ്റ് കൊടുത്തു. എവിടെ കൊടുത്തു? അച്യുതാനന്ദൻ സാറിനെതിരെ. ആരെങ്കിലും വിചാരിക്കും അവിടെ പോയിട്ട് ഒരു പെണ്ണ് ജയിക്കുന്നില്ല? കാരണം ആണുങ്ങൾക്ക് മത്സരിക്കാൻ ധൈര്യമില്ല അവിടെ. ആ പെണ്ണുങ്ങളെ അങ്ങോട്ട് നിറച്ച കൊള്ളായിട്ട് അവിടെ ഇടും. അപ്പോൾ പെണ്ണുങ്ങൾക്ക് കൊടുത്തു എന്ന് പോയി അവർ ജയിക്കും വേണ്ട. ഒരു ഇപ്പോഴും അത് തന്നെയാണ് സാഹചര്യം. ഇപ്പോഴും അത് തന്നെയാണ്. ഇപ്പോൾ കൂടിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ അന്നൊക്കെ കുറച്ചും കൂടി സീനിയർ നേതാക്കന്മാർക്ക് ഇവരൊക്കെ ഒരു ബഹുമാനം കൊടുത്തിരുന്നു. ഇപ്പം സീനിയർ നേതാക്കന്മാരെ പുല്ലുവല്ലേ അവർക്ക്. അപ്പോൾ പിന്നെ ഇതല്ലേ നടക്കുള്ളൂ. രാഹുൽ അങ്ങനെ പറയുന്നത് പറ്റിക്കാനാണ്. പിന്നെ അത് അവരുടെ ആ സംസ്കാരം അതാണ്, പറഞ്ഞു പറ്റിക്കുക. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മൾ വട്ടിയൂർക്കാവിൽ വലിയ മത്സരം നടക്കുകയാണ്. അപ്പോൾ മുരളിയെ സംബന്ധിച്ചാണെങ്കിൽ ത്രികോണ മത്സരമാണ്. അവിടെ RSSനെ വലിയ വിയോജിപ്പുണ്ട്. കാരണം അക്കൗണ്ട് പൂട്ടിക്കാൻ മുന്നിൽ നിന്നത് മുരളിയാണ് എന്ന് പറയുന്നു. അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നിരീക്ഷിക്കുന്നുണ്ടോ? എന്താണ് സാഹചര്യം എന്നാണ് വിലയിരുത്തുന്നത്? അല്ല, അതിനൊന്നും എനിക്ക് സമയം കിട്ടാറില്ല. ഞാൻ എൻ്റെ പണിയും നോക്കി മിണ്ടാണ്ട് പോകണം. അടുത്തുള്ള സ്ഥാനാർത്ഥികളെ പോലെ ആരാന്ന് ഞാൻ നോക്കിയിട്ടില്ല. അത്രയും സമയം എനിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ ഞാൻ ഇറങ്ങാൻ. കോൺഗ്രസ്സുകാർ പിന്നിൽ നിന്ന് കുത്തുമെന്ന് പറഞ്ഞിരുന്നു. അതിനി ഉണ്ടാവും. കിട്ടുന്ന കുറച്ച് ആൾക്കാരെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്, ആർക്കൊക്കെ കിട്ടുമെന്ന്. അതെനിക്ക് നല്ലോണം അറിയാം. അതിലൊന്ന് മുരളിയാണ്. അന്ന് ഞാൻ പറയില്ല, എനിക്ക് എന്താ ആവശ്യം അത് പറയേണ്ട കാര്യം. അതെൻ്റെ പ്രസ്ഥാനമല്ലല്ലോ. ഇപ്പോൾ അങ്ങനെ എതിരാളികളെ അങ്ങനെ ഇതാക്കുന്ന കാര്യത്തേക്ക് വലിയ താല്പര്യം. കെ മുരളീധരൻ ഇത്തവണ നിയമസഭയിൽ ഉണ്ടാവുമോ? അതൊന്നും എനിക്കറിയില്ല. ഞാൻ തിരുവനന്തപുരത്തല്ലല്ലോ. പത്മജയും കെ മുരളീധരൻ രണ്ടുപേരും ഉണ്ടാവുമോ അതോ ആരെങ്കിലും ഒരാളായിരിക്കും ഉണ്ടാവുക? അയ്യോ, ഞാൻ ജോത്സ്യനല്ല. ആൾക്കാരെന്ത് തീരുമാനിക്കണമെന്നുള്ള മാതിരി ഇരിക്കും. ഞങ്ങളുടെ രണ്ടുപേരെയും കാര്യം, ഞങ്ങളുടെ രണ്ടുപേരും എല്ലാവരെയും കാര്യം. ഇവിടെ ഇപ്പോൾ ആരാണ് പ്രധാന എതിരാളി? ഇവിടെയോ? അങ്ങനെ രണ്ടുപേരും നല്ല ശക്തന്മാരാണ്. അങ്ങനെ ഒരാൾക്ക് ഇത് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഒരിക്കലും പറയില്ല. ഇപ്പം ഞങ്ങളുടെ എതിർ കാൻഡിഡേറ്റ് പറഞ്ഞു പത്മജ എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ അങ്ങനെ പറയില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള കഴിവുണ്ട്. അല്ലാണ്ട് ഞാൻ പറഞ്ഞുകൊണ്ട് അങ്ങനെ കഴിവില്ലാണ്ടാവുമോ? അപ്പം അതുകൊണ്ട് രണ്ടുപേരും നല്ല സ്ഥാനാർത്ഥികൾ തന്നെയാണ്. UDF-ഉമായിട്ടാണോ എന്നാലും നേർക്കുനേർ ഒരു പോരാട്ടം? അല്ല, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. രണ്ടുപേരുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് കൂട്ടും എന്ന് തന്നെയാണോ പ്രതീക്ഷിക്കുന്നത്? അതായത് 2ാം സ്ഥാനത്തിനും മത്സരം എന്ന് തൃശ്ശൂരിൽ പറയുന്നു. അതെനിക്കറിയില്ല. 2ാം സ്ഥാനത്തിനെ പറ്റി ഞാൻ ആലോചിച്ചില്ല. എപ്പോഴും ഞാൻ ഒന്നാമത് ആലോചിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനെ പറ്റിയുള്ള ചോദ്യം വെറുതെയാണ്. ശരി, എന്തായാലും ഇത്തവണ മത്സരം ജയിക്കാനാണ്, 2ാം സ്ഥാനത്തിനല്ല എന്നാണ് പത്മജ വേണുഗോപാൽ പറയുന്നത്. വലിയ ആത്മവിശ്വാസത്തോടു കൂടി പ്രചരണത്തിലേക്ക് ഇറങ്ങുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും പ്രചരണത്തിൽ ഓരോ ദിവസം കഴിയുന്തോറും ആത്മവിശ്വാസം കൂടുന്നു എന്നതാണ് പത്മജ വേണുഗോപാൽ സൂചിപ്പിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.